നമസ്കാരം. ചെറുപുഴ പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി ഈ വരുന്ന 21-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. 2 മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ 6 മുൻ ജനപ്രതിനിധികളാണ് ഇക്കുറി UDFന്റെ ജയിച്ചു വന്നതിലുള്ളത്. അത്തരത്തിൽ 14 പേരാണ് UDFന്റെ പഞ്ചായത്ത് അംഗങ്ങളാണ് അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. അത്തരം മൊത്തം പഞ്ചായത്തിൽ 20 പഞ്ചായത്ത് വാർഡുകളിലുള്ളിൽ 6 LDFനും 14 UDFുമാണ് ജയിച്ചിരിക്കുന്നത്. ചെറുപുഴ ടൗൺ വാർഡിൽ നിന്ന് വിജയിച്ച UDFന്റെ അംഗം ലളിതാ ബാബു പ്രസിഡന്റാകാനാണ് സാധ്യത ഏറെയുമുള്ളത്. മുൻ പഞ്ചായത്ത് മെമ്പറാണ് ലളിതാ ബാബു. അതുകൂടാണ്ട് കോൺഗ്രസിന്റെ പാടിയോടിച്ചാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റാണ്. മഹിളാ കോൺഗ്രസ് നേതാവാണ്. സാമൂഹിക സംസ്കാര രംഗത്തെ സാന്നിധ്യമാണ് ലളിതാ ബാബു. അതുകൊണ്ട് തന്നെ ലളിതാ ബാബുവിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കണമെന്ന് കോൺഗ്രസിലെ ഒരുപാട് ശക്തമായ രീതിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റായി റോഷി ജോസിനെ തന്നെ പരിഗണിക്കണം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് 10-ാം വാർഡിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് 10-ാം വാർഡിൽ കേരള കോൺഗ്രസിലെ ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോയ്സ് പുത്തുമ്പരേനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ശക്തമായ മത്സരമാണെങ്കിലും വലിയ ഭൂരിപക്ഷത്തിലാണ് റോഷി ജോസ് വിജയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു മുന്നേറ്റമാണ് ഇക്കുറി UDF ചെറുപുഴ പഞ്ചായത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. ലളിതാ ബാബു തന്നെ ചെറുപുഴ പഞ്ചായത്തിലെ മുൻ മെമ്പർ കൂടിയായ ലളിതാ ബാബുവിനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യം കോൺഗ്രസിനെ ഒരുപാട് ശക്തമായി ഉന്നയിക്കുമ്പോഴും 19-ാം വാർഡിൽ നിന്ന് വിജയിച്ച ലൈസമ പനക്കലിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഏറ്റവും അധികം സാധ്യതയുള്ളത് ലളിതാ ബാബുവിനാണ്. ചെറുപുഴ പഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്യുന്ന ചെറുപുഴ ടൗൺ വാർഡിൽ നിന്ന് വിജയിച്ചാണ് ലളിതാ ബാബു. മുൻ പഞ്ചായത്ത് മെമ്പറിന്റെ നിലയിൽ വളരെ രീതിയിലുള്ള മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച ലളിതാ ബാബുവിനെ തന്നെ ആക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അതുപോലെ റോഷി ജോസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റോഷി ജോസ് എത്തണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ആവശ്യം. കഴിഞ്ഞ തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന റോഷി ജോസ് മികച്ച ഭരണം കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഭരണ രംഗത്ത് പ്രവർത്തിച്ച 6 മെമ്പർമാരാണ് ഇക്കുറി ഈ രംഗത്തുള്ളത് UDFന് വേണ്ടി. അതേപോലെ തന്നെ 5-ാം വാർഡിൽ നിന്ന് വിജയിച്ച ജമീല കോളയത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അവർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുക്കാനും സാധ്യത നേടുന്നുണ്ട്. 3-ാം വാർഡിൽ നിന്ന് വിജയിച്ച KD പ്രവീൺ ഉണ്ട്. അതുപോലെ തന്നെ 20-ാം വാർഡിൽ നിന്ന് സതീഷ് കത്തിപ്പള്ളി വിജയിച്ചു. ഇവരൊക്കെ മുൻ പഞ്ചായത്ത് മെമ്പറാണ്. അങ്ങനെ ഒരുപാട് പ്രാദേശിക ഭരണകൂടത്തിൽ ഒരുപാട് സ്വാധീനമുള്ളവരും അല്ലെങ്കിൽ നേരത്തെ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ളവരുമാണ് ഇക്കുറി ജയിച്ചവരിൽ ഏറെയുമുള്ളത്. കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്. കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം. കേരള സർക്കാർ അംഗീകൃത ഏജൻസി.